ചേച്ചി ചേച്ചി കുറുപ്പേട്ടന്റെ വണ്ടി ഇടിച്ചു. ഇന്ന് ഇത് കൊണ്ടുപോയി പണയം വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചെല്ല്. അമ്മായി ഇപ്പം മരിച്ചെന്നും പറഞ്ഞേ നീ ഇങ്ങനെ പെമ്പർന്നത്തോടെ പുറകെ നടന്നോടാ. കിട്ടാനുള്ള രൂപ ഇനി ആരോട് ചോദിക്കും? ഇതാ ഞാൻ പറഞ്ഞത്, സ്ത്രീധന ബാക്കി എത്രയും നേരത്തെ വാങ്ങിച്ചോണമെന്ന്. നിന്റെ കയ്യെ കിടന്ന് മറ്റേ രണ്ട് വളയം തേടി പണയം വെച്ചു. പണയം വെച്ചോ? ആരോട് ചോദിച്ചോണ്ടാടി പണയം വെച്ചത്? ഹോസ്പിറ്റലിൽ പണത്തിന് ആവശ്യം വന്നപ്പോ പണയം വെക്കേണ്ടി വന്നു. നിനക്കിത് വേണവടാ. സ്ത്രീധന ബാക്കി വാങ്ങാൻ പോയി നീ കയ്യിലുള്ള സ്വർണവും തലച്ചേച്ച് ദാ വന്ന് നിക്കുന്നു. കാതിലേതും കഴുത്തിലേതും ഒക്കെ ഊരി വെച്ചിട്ട് വേണ്ടിയിരുന്നടാ എവളെ വീട്ടിലേക്ക് അയക്കാൻ. വന്ന് കേറിയില്ല, അതിനു മുമ്പേ തുടങ്ങി. പ്രദീപേ, നിനക്ക് ചിട്ടിയിട്ട് 25,000 രൂപ എന്തി? അത് ഞാൻ ബാങ്കിലിട്ടിരിക്കുക. നിന്റെ കല്യാണത്തിന് വേണ്ടി കടം വാങ്ങിയ 10,000 രൂപ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. മാസം തോറും 500 രൂപ വെച്ചാൽ പലിശ കൊടുത്തോണ്ടിരിക്കുക. പിന്നെ വീട് നന്നാക്കാൻ വേണ്ടി എടുത്ത ലോൺ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കാനാ? ആ കാശ് കൊടുത്ത് ഞാനൊരു ബൈക്ക് വാങ്ങാനിരിക്കുക. കടങ്ങൾ തീർത്തിട്ട് പോരെ ബൈക്കൊക്കെ വാങ്ങുന്നത്? കടങ്ങളൊക്കെ എങ്ങനെങ്കിലും പിന്നീട് വീട്ടാ. അവന്റെ ഒരു ആശയല്ലേ വീട്ടിലൊരു വണ്ടി ഉള്ളത് എപ്പോഴും നല്ലതാ. പൈസക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ സ്വർണം കൊണ്ടേ പണയം വെച്ചോളൂ. വേണ്ട. പ്രദീപേ, എന്റെ ചെയിൻ കാണുന്നില്ല. ഏത് ചെയിനാ? ആ ഫാൻസി ചെയിൻ. അത് അവിടെ എവിടെങ്കിലും തന്നെ കാണും. ഇവിടെ എങ്ങും ഇല്ല. ഞാൻ ഇവിടെ മുഴുവൻ നോക്കിയതാ. അവിടെ ഒന്നും ഇല്ലെന്നേ. അമ്മേ, എന്താടാ?
എന്റെ 3.5 പവന്റെ ചെയിൻ കാണാനില്ല. എന്റെ ഈശ്വര, ഇവിടെ ആരെടുക്കാനാ? എല്ലായിടത്തും നോക്കിയോ മോനെ? ഇനി എങ്ങും നോക്കാനില്ല, എല്ലായിടത്തും അരിച്ചു പറക്കി നോക്കിയിരിക്കുക. ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും എടുത്തിരിക്കുന്നത്. പുറത്തുനിന്നും വരുന്ന കള്ളന്മാരായിരുന്നെങ്കിൽ മുഴുവൻ സ്വർണ്ണം അങ്ങോട്ട് എടുത്തോണ്ട് പോണല്ലോ. അന്യന്റെ മുതൽ വഴി കിടന്നാലും തിരിഞ്ഞു നോക്കാത്തവരാ എന്റെ മക്കള്. എന്താ? എടാ മോനെ, വനജയുടെ 3.5 പവന്റെ മാല കാണാനില്ലെന്ന്. അത്യാഗ്രഹമുള്ള കള്ളനായിരിക്കില്ല. അത്യാവശ്യം റേഷൻ വാങ്ങിക്കാൻ വേണ്ടി എടുത്തായിരിക്കും. ഞാൻ കുളിക്കാൻ കയറിയപ്പോ ഊരി വെച്ചതാ. നീയല്ലേ അവിടെ മുറി തുടച്ചത്? അതെ. അന്നേരം ബുദ്ധിമോശം തോന്നി എടുത്തതാണെങ്കിലേ ആ മാല ഞാൻ കൊടുത്തേക്ക്. ഞാൻ എടുത്തില്ലമ്മേ. പിന്നെ ആരെടുക്കാനേടി? നിന്റെയും അവനെയും പൂങ്കണ്ണേരും ഒന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് ആ മാലയും കൊടുത്തേക്ക്. ശാന്തേട്ടാ, അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ എടുത്തിട്ടില്ല. കട്ടവരാരും കട്ടെന്ന് പറയില്ലടാ. കിട്ടേണ്ടത് 2 എണ്ണം കിട്ടുമ്പോ തത്ത പറയുന്ന പോലെ പറയും. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? തല്ലിയോ കൊല്ലം എന്താണെന്ന് വെച്ചാൽ ചെയ്യ. നരകത്തിൽ പോയാൽ ഇതിനെക്കാളും സ്വസ്ഥത കിട്ടും. ഭാര്യയും ഭർത്താവും കൂടുള്ള നാടകം കൊള്ളാം. എനിക്കെന്റെ മാല കിട്ടിയില്ലെങ്കിലേ ഞാൻ പോയി എന്റെ അച്ഛനോട് പറയും. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ മാല താനേ വന്നോളും. മനചേട്ടത്തി, നിങ്ങളുടെ അച്ഛൻ തമ്പി വക്കീലിന് ഒരുപാട് പണവും സ്വാധീനവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ മാലയുടെ പേരിൽ പോലീസ് ഇവിടെ വന്ന് ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ അവമാനിക്കുകയോ ചെയ്താൽ അതിന്റെ നാണക്കേട് ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഭർത്താവിനും കൂടിയാ. ഞാൻ അതങ്ങ് സഹിച്ചു. ഓ, ഇതിനേക്കാൾ വലുത് സഹിക്കാനുള്ള തൊലിക്കട്ടി ഇയാൾക്ക് ഈയിടെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. വിദ്യാർത്ഥി പാവപ്പെട്ട വീട്ടിലെ പെണ്ണായി പോയതുകൊണ്ട് അവരോട് ഇത്ര ക്രൂരത കാണിക്കരുത്. ദൈവം പോലും പൊറുക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസ് എങ്ങാനും ഇവിടെ കയറാൻ ഇട വന്നാൽ പിന്നെ മനസ്സമാനത്തോടെ ആരും കിടന്നുറങ്ങാന്ന് വിചാരിക്കണ്ട. പ്രസന്നെ, നിന്റെ കരുതി കിടന്ന മാല എന്തി? ഏത് മാല? നമ്മുടെ വനചേട്ടത്തിന്റെ മാലേ. വനജയുടെ മാല എങ്ങനെയാ അവിടെ കൈ വരുന്നത്? ആ, അതെങ്ങനാ വരുന്നതെന്ന് അമ്മയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മാലയുടെ പേരിൽ വിദ്യാർത്ഥത്തെയും കുടുംബക്കാരെ എല്ലാരും കളിയാക്കിയപ്പോൾ നീ ആയിരുന്നില്ലേ മുമ്പിൽ നിന്നിരുന്നത്? കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും പറഞ്ഞു നടക്കുന്ന അമ്മയ്ക്ക് മകള് മാല മോഷിച്ചതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ? വിദ്യാർത്ഥത്തെ കളിയാക്കാൻ അമ്മയും കൂടി കൂട്ടുന്ന മോളെ കൊണ്ട് എടുപ്പിച്ചായിരിക്കും അല്ലേ? നീ വേണ്ടാതെ പറഞ്ഞാലാണല്ലോ നിന്റെ തലയിൽ ഇടുത്തി വീഴും. ഇടുത്തി വീഴേണ്ട തലകള് ഇവിടെ വേറെ ധാരാളം ഉണ്ട്. ആ മതി മതി, ആ മാലയിങ്ങ, ഞങ്ങൾക്കൊന്ന് വെളിയിൽ പോണം. ചേ, അങ്ങനെ ധൃതി പിടിച്ചാലോ? ഈ മാലയ്ക്ക് വേണ്ടി എന്നെയും വിദ്യാർത്ഥിയെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റാനായിരുന്നില്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം? എന്നെ ആക്ഷേപിച്ച് അവമാനിച്ചതും ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ ഈ മാലയുടെ പേരിൽ നിങ്ങൾ വിദ്യാർത്ഥിയെ കണ്ടവാനം കണ്ണീര് കുടിപ്പിച്ചു, മുഖത്തോക്കി കള്ളിയെന്നവരെ വിളിച്ചു. അതിനെന്തെങ്കിലും പറയാണ്ടോ നിങ്ങൾക്ക്? ഇനി എന്താ പറയാനാ? മാല കൈ കിട്ടിയല്ലോ, ഇനി നുള്ളി പൊളിക്കാനും തലനാരഴ കീറാനും ഒന്നും നിക്കണ്ട. നീ ആ മാല ഞാൻ കൊടുക്ക്. കുറെ നുള്ളി പൊളിക്കുകയും തലനാരഴ കീറുകയും ഒക്കെ ചെയ്തതല്ലേ? അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന കാണും. അതുകൊണ്ട് വനചേട്ടത്തി മാപ്പ് പറയണം. എന്റെ മാലയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ കാല് പിടിക്കാനും മാപ്പ് പറയാനൊന്നും എന്നെ കിട്ടില്ല. മര്യാദയ്ക്ക് ആ മാലയും കയറുന്നതാ നല്ലത്. തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ഞാൻ അഡ്വക്കേറ്റ് കുമാരൻ നമ്പിയുടെ മോളാണെങ്കിൽ എങ്ങനെ നിന്റെ മാല മേടിക്കണമെന്ന് എനിക്കറിയാം. അയ്യോ, അഡ്വക്കേറ്റ് കുമാരൻ നമ്പിയുടെ മോളല്ലേ, പോയി മുങ്ങിയെടുത്തോ. എടാ മഹാഭാവി, നാശം പിടിച്ചവനെ 3.5 പവന്റെ മാല ആരെങ്കിലും കിണറ്റിനകത്ത് എടുത്തിടുവോടാ? സ്വർണം വെള്ളത്തിൽ കിടന്നു വെച്ച് തേഞ്ഞൊന്നും പോകത്തില്ല, അതിന്റെ മാറ്റ് കൂടത്തേ ഉള്ളൂ. കൈയുടെ കരുത്തൊന്നും കാണിക്കല്ലേ. പ്രദീപേ, ഏട്ടനും അനിയനും തമ്മിൽ തല്ലുന്ന അവസ്ഥ വരെ കൊണ്ടെത്തിച്ചപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക.
നിനക്ക് കിട്ടാനുള്ള സ്ത്രീധന ഭാഗ്യം സ്വർണ്ണം എഴുതി തള്ളിയോ നീ? വിദ്യയുടെ അച്ഛൻ മരിച്ച ശേഷം അവര് വളരെ ബുദ്ധിമുട്ടിലാണമ്മേ. ഇങ്ങനൊരവസ്ഥയിൽ രൂപ വയ്ക്കാൻ പറഞ്ഞു വിടുന്ന മോശമല്ലേ? ഒരു മോശവും ഇല്ല. എടാ, നേരം നെറിയുള്ളവരായിരുന്നെങ്കിലേ 30 സെന്റ് സ്ഥലവും ഒരു വീടും ഇല്ലേ, അത് വിറ്റിട്ടെങ്കിലും തരാമായിരുന്നല്ലോ. കൈ തന്നെ അത് മീൻ പിടിക്കാമെന്ന് വെച്ചാലേ എന്റെ അടുത്ത് നടപ്പില്ലടാ മോനെ. ഞാനും നീയും കൂടെ വിദ്യയും കൂട്ടി അവിടെ വീട്ടിൽ ചെല്ലുന്നു. തരാനുള്ള പൊന്നും പണവും തന്നില്ലെങ്കിൽ അവൾ അവിടെ വീട്ടിലിരിക്കും. പറഞ്ഞു പറ്റിക്കുന്നവരോട് ഇങ്ങനെ തന്നെ ചെയ്യണം. വിദ്യ വീട്ടിൽ കൊണ്ടുപോയി വിടുകയെ സ്ത്രീധന ബാക്കി മേടിക്കുക എന്ത് വേണമെങ്കിലും അമ്മ ചെയ്തോ. അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടുമല്ലോ. പക്ഷെ ഞാൻ വരില്ല. നീ വരുന്നില്ലെങ്കിൽ വരണ്ടടാ. എനിക്കറിയാം അവളെ കൊണ്ടുപോയി വിടാൻ. സ്ത്രീധന ബാക്കി തരാൻ അച്ഛനില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന ശാന്തേട്ടനൊരു വക്കീൽ നോട്ടീസ് അയക്കണം, വിവാഹമോചനത്തിന്. നഷ്ടപരിഹാരമോ ജീവനാംശമോ ഒന്നും ഞാൻ ആവശ്യപ്പെടില്ല. ശാന്തേട്ടനെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടട്ടെ. വിദ്യ, അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ശാന്തേട്ട. തന്നെ പറഞ്ഞയക്കാൻ അല്പം പോലും ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ ഒന്ന് നോക്കിയാൽ അമ്മയുടെ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ കഴിയുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഭേദം അവിടെ കഴിയുന്നതാ. തനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും സ്വസ്ഥത കിട്ടുമല്ലോ.